പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 18, 19 അധ്യായങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പരിശ്രമിക്കാം. സമാന്തര സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ യേശുവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ കാണുന്ന ചില വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് മാത്രം നമുക്ക് പോകാം. യേശുവിന്റെ പ്രധാന പുരോഹിത പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം യേശു ശിഷ്യന്മാരെ കൂട്ടി കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി, അതായത് ഗത്സമേൻ തോട്ടത്തിൽ. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടൊത്ത് അവിടെ സമ്മേളിച്ചിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരെയും ഫരിസേയരെയും കൂട്ടിക്കൊണ്ട് പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം യേശു മുന്നമേ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടുന്ന് മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവര് വരുന്നത് തന്നെ പിടിക്കാനാണെന്നറിയാമെങ്കിൽ ഒളിച്ചോടുകയല്ലേ വേണ്ടത്? പക്ഷേ യേശു തനി ഭൂമിയിലേക്ക് വന്നത് എന്തിനെന്ന് അറിഞ്ഞിരുന്നു. ലോകത്തിന്റെ പാപം നീക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1:29 മുതലുള്ള വാക്യം തനിക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്തെന്നും താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും പിതാവിന്റെ തിരുഹിതം എന്തെന്നും യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു. പിതാവിന്റെ തിരുഹിതം നിറവേറ്റുകയും അവന്റെ വേല പൂർത്തിയാക്കുകയുമായിരുന്നു യേശുവിന്റെ ഭക്ഷണം. തന്റെ ദൗത്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന യേശു തനിക്ക് സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ചും പൂർണ്ണമായി അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഞാനാണെന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ യൂദാസാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. ആ വഞ്ചനാത്മകമായ പ്രവൃത്തി ഉള്ളിലെങ്കിലും അവൻ അസംഭ്രമമുണ്ടാകും. അതുകൊണ്ടായിരിക്കണം യേശു മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ യൂദാസ് പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തത്. എന്നാൽ സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്നത്, ഗുരു എന്ന് വിളിച്ച് യേശുവിനെ ചുംബിച്ചുകൊണ്ട് അവൻ ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഇവിടെ കാണുന്നത് യേശു നേരിട്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ചെല്ലുകയാണ്. തുടർന്ന് 8-ാം വാക്യം മുതൽ യേശു പ്രതിവചിച്ചു, ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത്. യൂദാസ് അല്ലാതെ മറ്റാരെയും നഷ്ടപ്പെടാൻ ഇടയായില്ല. യേശു തനിക്ക് ദൈവപിതാവ് നൽകിയവർക്കെല്ലാം പിതാവിൻ്റെ നാമം വെളിപ്പെടുത്തി, അവിടുത്തെ വചനം കൊടുത്തു, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. യൂദാസ് മാത്രമേ നഷ്ടപ്പെട്ടു പോയുള്ളൂ. അത് യേശു എടുത്തു പറയുകയാണ്. 9-ാം വാക്യം, നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത്. 10-ാം വാക്യം, ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവന്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. ജോൺ മാത്രമേ ഈ ഭൃത്യന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കണ്ടയോ? പത്രോസിനോട് യേശു പറയുകയാണ്, പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കണ്ടയോ? ഭൂലോക പാപം നീക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ പുത്രൻ തമ്പുരാൻ പരമപിതാവിന്റെ തിരുഹിതം അനുസരിച്ച്
പീഡാസഹനം സ്വമനസ ഏറ്റെടുക്കുകയാണ്. 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബന്ധിച്ചു. യേശു തന്നെ വിട്ടുകൊടുത്തത് കൊണ്ടാണ് അവർക്ക് ബന്ധിക്കാൻ കഴിഞ്ഞത്. അവർ അവനെ ആദ്യം അന്നാസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ അമ്മായിയപ്പനായിരുന്നു. 14 വാക്യത്തിൽ പറയുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യാഫാസാണ്. ഇത് ജോണിന്റെ സുവിശേഷം 11-ാം അധ്യായം 49-50 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. 11:50 പറഞ്ഞതാണ് ഇവിടെ 18:14 ഓർമ്മിപ്പിക്കുന്നത്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന സംഭവം. പത്രോസ് ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പില് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് തീ കായാനായിട്ട് കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ച് അവിടെ നിൽക്കുമ്പോൾ വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചപ്പോഴാണ് ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചത്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല എന്ന് അവൻ പറഞ്ഞു. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും യേശുവിനെ തള്ളിപ്പറയാൻ ഇടയായി. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് കർത്താവിനെ വീണ്ടും തള്ളിപ്പറഞ്ഞു. അവൻ തള്ളിപ്പറഞ്ഞ ഉടനെ കോഴി കൂവി. കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നതാണ്, നാളെ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. 18-19 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ, രാജാധിരാജനെ വെറും ഒരു നീചനായ പാപിയെ പോലെ, ഒരു കള്ളനെയും കൊള്ളക്കാരനെയും പോലെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കർത്താവിനെ മാറി മാറി കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ്. പ്രധാന പുരോഹിതൻ യേശുവിനെ അവന്റെ ശിഷ്യരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. അവനിത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് സംസാരിക്കേണ്ടത്, മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ ചെകിട്ടത്തടിച്ചു. യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിന്റെ അടുക്കലേക്ക് അയച്ചു. 28 മുതലുള്ള വാക്യങ്ങളിൽ പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവിനെ കൊണ്ടുപോവുകയാണ്. യേശുവിനെ അവർ കയ്യാഫാസിന്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അപ്പൊ ജോണിന്റെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴം പെസഹായുടെ പശ്ചാത്തലത്തിലല്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇതാണ്. അന്ത്യ അത്താഴം കഴിഞ്ഞ് യേശു ഗത്സമേൻ തോട്ടത്തിലേക്ക് ശിഷ്യരുമൊത്തു പോയി അവിടെ നിന്ന് അവനെ ബന്ധിക്കുകയും പ്രധാന പുരോഹിതന്റെയും ന്യായാധിപന്മാരുടെയും മുമ്പിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് പ്രഭാതമായപ്പോൾ പീലാത്തോസിന്റെ മുമ്പിലും യേശുവിനെ കൊണ്ടുവന്നു. യേശുവിനെ ബന്ധിച്ചതിന്റെ പിറ്റേ ദിവസമാണ് പെസഹ. ജോണിന്റെ സുവിശേഷത്തിൽ പെസഹ കുഞ്ഞാടിനെ കൊല്ലേണ്ട സമയത്ത് യേശുവിനെ കുരിശിലേറ്റി. 29-ാം വാക്യം, യേശുവിന്റെ ശിഷ്യന്മാർ അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കാൻ വേണ്ടി പ്രത്തോറിയത്തിലേക്ക് പ്രവേശിച്ചില്ല. അതുകൊണ്ട് പീലാത്തോസ് പുറത്തു വന്ന് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യന് എതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്കേൽപ്പിച്ചു തരുകയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച്
വിധിച്ചുകൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വിധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? നിന്റെ തെറ്റെന്താണ് എന്ന് ചോദിക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. യേശുവിനെ ഇപ്രകാരം ബന്ധിച്ചു കൊണ്ടുവരുമ്പോൾ യേശുവിൻ്റെ സേവകർ യേശുവിന് വേണ്ടി പോരാടുമായിരുന്നു. യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല. 37-ാം വാക്യം, പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു, ഞാൻ രാജാവാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവർ എൻ്റെ സ്വരം ശ്രവിക്കും. എന്താണ് സത്യമെന്ന് പീലാത്തോസ് ചോദിച്ചു. യേശു അതിന് മറുപടി പറയുന്നില്ല. പക്ഷെ ജോണിന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം, യേശു സത്യമാണ്, വഴിയും സത്യവും ജീവനുമാണ്. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനുമാണ്. അതായത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവീക യാഥാർത്ഥ്യമായ യേശു സത്യമാണ്. ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ്. സത്യത്തിൽ നിന്നുള്ളവർ അഥവാ ദൈവത്തിൽ നിന്നുള്ളവർ യേശുവിന്റെ സ്വരം ശ്രവിക്കും. ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. യഥാർത്ഥത്തിൽ യേശുവിൽ ഒരു കുറ്റവും പീലാത്തോസ് കാണുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവൻ പോയി ചോദിക്കുന്നത്. അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരുവനെ സ്വതന്ത്രനാക്കി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? ഈ മനുഷ്യനെ അല്ല, ബറബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ബറബാസ് കൊള്ളക്കാരനായിരുന്നു. അപ്പൊ കൊള്ളക്കാരനായ ബറബാസിനെ വിട്ടുതരാനാണ് ജനം പീലാത്തോസിനോട് ആവശ്യപ്പെടുന്നത്. സത്യവെളിച്ചമായ, സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്ന ദൈവപുത്രനായ യേശുവിന് പകരം ബറബാസ് എന്ന കൊള്ളക്കാരനെ വിട്ടുതരാൻ അവർ ആവശ്യപ്പെടുകയാണ്. 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 19:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികളിൽ ഒരുവൻ മുൾക്കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ യേശുവിന്റെ അടുത്ത് വന്ന്, യഹൂദരുടെ രാജാവേ സ്വത്തി എന്ന് പരിഹാസപൂർവം പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് യേശുവിനെ അടിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ, സാക്ഷാൽ ദൈവമായ യേശുവിനെ പരിഹസിച്ചു. ഇല്ലാത്ത കുറ്റങ്ങൾ അവന്റെ മേൽ ആരോപിച്ചു. ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു എന്നതാണ് യേശുവിന്റെ പ്രധാന തെറ്റായിട്ട് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ യേശു തന്നെ തന്നെ ദൈവപുത്രനാക്കിയതല്ലല്ലോ. യേശു ദൈവപുത്രനും ദൈവവും ആണല്ലോ. 19:8 മുതലുള്ള വാക്യങ്ങൾ. ഇതു കേട്ടപ്പോൾ
പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവന്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല. പീലാത്തോസിന്റെ ധർമ്മസങ്കടം നോക്കുക. മനസാക്ഷിയുടെ സ്വരം അവനെ നിർബന്ധിക്കുന്നു, ഇവനെ വിട്ടയക്കണം, അവനിൽ ഒരു കുറ്റവുമില്ല. പക്ഷേ ഈ ജനം ആക്രോശിക്കുന്നു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവസാനം പറഞ്ഞു, ഇവനെ നീ വിട്ടയച്ചാൽ നീ സീസറിന്റെ സ്നേഹിതനല്ല. അപ്പോൾ ജനത്തിന്റെ അഭിപ്രായവും പൊതുജന സമ്മതവും ഒക്കെയാണ് പീലാത്തോസ് ഇവിടെ വിലമതിക്കുന്നത്. അവന്റെ മനസാക്ഷിയുടെ സ്വരമോ തൻ്റെ ഭാര്യയ്ക്ക് സ്വപ്നത്തിലൂടെ ലഭിച്ച അറിയിപ്പോ ഒന്നും പീലാത്തോസ് പരിഗണിക്കുന്നില്ല. പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, എബ്രായ ഭാഷയിൽ ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നാഥൻ സ്വയം ഏറ്റെടുത്ത പാടുപീഡകളാണിത്. അവൻ മനസ്സാകാതിരുന്നെങ്കിൽ അവന്റെ മേൽ ആർക്കും ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. പിതാവായ ദൈവവും നമുക്കായി പുത്രനെ വിട്ടു തന്നു, നമ്മുടെ രക്ഷയ്ക്കായി. നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നാഥൻ ഈ പാടുപീഡകളും നിന്ദനങ്ങളും എല്ലാം സഹിക്കുന്നത്. 19-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു 2 പേരെയും. യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അതിങ്ങനെയായിരുന്നു, നസറായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപത്തായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് എബ്രായ ഭാഷയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം ലഭിച്ചു. അവന്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. 19:28 മുതലുള്ള യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു.
ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ ദൈവപിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. 31 മുതലുള്ള വാക്യങ്ങൾ. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാണ്. അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. ഈ സാക്ഷ്യം യോഹന്നാന്റെ സാക്ഷ്യമാണ്. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവുമാണ് പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായത്. തിരുരക്തം പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. വെള്ളം മാമോദിസായെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. യേശു തൻ്റെ തിരുവിലാവിൽ നിന്നൊഴുക്കി തന്ന രക്തവും വെള്ളവും നമുക്ക് ജീവന്റെ ഉറവിടമായി തീർന്നു. നമ്മുടെ കർത്താവ് തൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്കായി ചിന്തി നമ്മെ നിത്യം ജീവിപ്പിക്കുവാനായി തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ ആത്മീയ ലഹരി പിടിപ്പിക്കുവാനായി ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുവാനായി യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ, കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി. യേശുവിൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടില്ല. പെസഹ കുഞ്ഞാടിന്റെ അസ്ഥികൾ തകർക്കപ്പെടാൻ പാടില്ല. യേശു നേരത്തെ മരിച്ചതായി കണ്ടതുകൊണ്ട് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി മരിച്ചു എന്നതിൻ്റെ തെളിവായി രക്തവും വെള്ളവും വേറിട്ട് ഒഴുകി. അത് ശാരീരികമായി ജീവൻ വേർപെട്ടു, മരിച്ചു എന്നതിന് വ്യക്തമായ തെളിവാണ്. തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും വേറിട്ട് ഒഴുകിയത് മരിച്ചു എന്നതിൻ്റെ സൂചനയാണ്. യേശുവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ മരിച്ചു എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൻ്റെ കൈകാലുകളിൽ അസ്ഥികൾ തകർത്തില്ല. പകരം മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ആ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും നമുക്ക് ജീവനിലേക്കുള്ള മാർഗം, രക്ഷാമാർഗമായി തീർന്നു. 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ യേശുവിനെ സംസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഈ തിരുവചന ഭാഗത്ത് പറയുന്നത്. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെയും ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിവസമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. പ്രിയമുള്ളവരെ, സൃഷ്ടാവിനെ സൃഷ്ടികൾ ന്യായം വിധിക്കുന്നു. അവിടത്തെ കുരിശിലേറ്റി കുന്തത്താൽ അവിടത്തെ തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ടു. അവന്റെ മേൽ ഇല്ലാത്ത കുറ്റം ആരോപിച്ചു. അവിടുത്തെ അവസാന തുള്ളി രക്തവും നമുക്കായി ഒഴുക്കി തന്നു. അവന്റെ തിരുരക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. നമ്മുടെ കർത്താവിന്റെ പീഡാസഹനവും കുരിശുമരണവും നമ്മെ ഈ ലോകത്തിൽ ജഡിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കാതെ
സ്വയപരിത്യാഗത്തിൻ്റെ പാതയിലൂടെ സ്വന്തം കുരിശുമെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുവാനും കുരിശുകൾ സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റാനും യേശുവിൻ്റെ കുരിശിലൂടെ അവിടുത്തെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി നിത്യജീവന്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.